ഇടുക്കി അടിമാലിയിൽ നിന്ന് വരുന്ന വാർത്ത. വാളറയിൽ വീട്ടുമുറ്റത്ത് ഒറ്റക്കൊമ്പനെത്തി. റൈജു തോമസിന്റെ വീട്ടുമുറ്റത്തെത്തിയ ആനയുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞു. ആ ദൃശ്യങ്ങൾ കാണാം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, നേരത്തെ ഈ പ്രദേശത്തൊക്കെ ആന ഇറങ്ങി കൃഷി നശിപ്പിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ആന ഇറങ്ങുകയാണോ? അനുജ, ആനയുടെ ശല്യം രൂക്ഷമാകുന്നു മഴയ്ക്കൊപ്പം എന്നുള്ളതാണ് ഈ വാളറയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒറ്റക്കൊമ്പൻ മൂന്നാർ മേഖലയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് വാളറയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:30 ഈ റൈജു തോമസിന്റെ വീടിന് മുൻപിൽ ഈ കാട്ടാന എത്തിയത്. അത് ഗേറ്റ് കടന്ന് വീടിന് മുൻഭാഗത്ത് വരെ എത്തി. കുറച്ചു നേരം അവിടെ ചുറ്റിക്കറങ്ങി ഒന്ന് വീക്ഷിച്ച ശേഷം അത് സ്വമേധയാ തിരിച്ചിറങ്ങി പോവുകയായിരുന്നു. പക്ഷേ ഈ ആന ഇപ്പോഴും ജനവാസ മേഖലയ്ക്ക് അടുത്തുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. RRTയുടെ നിരീക്ഷണം ഒരുപക്ഷെ ഉണ്ടാകാം. പക്ഷേ ഈ മഴ പെയ്യുന്ന സമയത്ത് എത്തരത്തിൽ അത് പ്രയോജനപ്പെടും എന്നുള്ളതൊരു സംശയമാണ്. എന്തായാലും ഈ ആനയെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി നിരീക്ഷിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ആളുകൾ ആശങ്കയിലാണ്. ഒറ്റക്കൊമ്പൻ അക്രമകാരിയാണ് എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. അനുജ, അടിമാലി വാളറയിലാണ് വീട്ടുമുറ്റത്ത് ഒറ്റക്കൊമ്പൻ എത്തിയത്. ആനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് കണ്ടത്. നേരത്തെ കൃഷി നശിപ്പിച്ചിരുന്നു. അക്രമാസക്തനായ ആനയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്.